നമ്മുടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എങ്ങനെയാണ് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം, ഇത് വെറും 4 മൊഡ്യൂളുകൾ മാത്രമുള്ള ഒരു പേപ്പറാണ്. ഇത് ഭയങ്കര സിമ്പിൾ ആയുള്ളൊരു പേപ്പറാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഓടിച്ച് വായിച്ചു കഴിഞ്ഞാൽ തന്നെ പാസ് മാർക്കിനുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി ഇതിന്ന് പറ്റും. ആദ്യത്തെ മൊഡ്യൂളിൽ വളരെ ബേസിക് ആയുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്ത നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പോളജിയാണ്. എല്ലാ ടോപ്പോളജിയും നന്നായിട്ട് പഠിച്ചു വെക്കുക. അതാണ് നമ്മൾ ആദ്യം പാസ് ആവാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം ട്രാൻസ്മിഷൻ മീഡിയ, അതായത് ഗൈഡഡ് മീഡിയയും അൺഗൈഡഡ് മീഡിയയും ആ സംഭവങ്ങൾ, ട്രാൻസ്മിഷൻ, ഇംപയർമെന്റ്, ഈ ടേംസ് ഒക്കെ നല്ല രീതിയിൽ പഠിക്കുക ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന്. ഇതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം. ദെൻ ലൈൻ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒരു 2 മാർക്സ് ലെവലിലെങ്കിലും നോക്കി വെക്കുക. രണ്ടാമത്തെ മൊഡ്യൂൾ ആവുമ്പോൾ മൾട്ടിപ്ലെക്സിംഗ് ആണ് കാര്യമായിട്ട് നോക്കേണ്ടത്. മൾട്ടിപ്ലെക്സിന്റെ വീഡിയോ എല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് അതൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടും ടഫ് ആയൊരു ഭാഗമല്ല അത്. ദെൻ GSM കൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളും സെറ്റായി എന്ന് പറയാം. ഇതൊക്കെ ഒരു പാസ് മാർക്ക് ലെവലിനും അതിന് മുകളിലേക്കുള്ള മാർക്കിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇനി ആകെ 2 മൊഡ്യൂളും കൂടെ ഉള്ളൂ, 3ഉം 4ഉം. 3ലുള്ളത് നമ്മുടെ ഡാറ്റ ലിങ്ക് കൺട്രോൾ ആണ്. ഡാറ്റ ലിങ്ക് കൺട്രോളിൽ പഠിക്കേണ്ടത് ലിങ്ക് ആക്സസ് പ്രൊസീജിയേഴ്സ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഈഥർനെറ്റ്, FDDI, പിന്നെ സ്വിച്ചിങ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്വിച്ചിങ് തന്നെയാണ്. സോ സ്വിച്ചിങ് എല്ലാതും നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിലുള്ള എല്ലാ കാര്യങ്ങളും ചെറിയ 5 മിനിറ്റിലും 3 മിനിറ്റിലും ഒക്കെ ഉള്ള വീഡിയോസാണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റാവുന്നത് തന്നെയാണ്. സോ അതുകൂടെ നോക്കുക. പിന്നെയുള്ളത് ലാസ്റ്റ് മൊഡ്യൂളിലാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഓവർവ്യൂ വരുന്നത്. ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് LED-യും ലേസർ ഡയോഡ്സും ഒക്കെയാണ്. ഫോട്ടോ ഡിറ്റക്ടർ പഠിക്കുക, റേ തിയറി നോക്കി വെക്കുക. റേ തിയറിക്ക് നല്ല ചാൻസ് ഉണ്ട്. ദെൻ സിലിണ്ടറിക്കൽ ഫൈബർ, സിംഗിൾ മോഡ് ഫൈബർ, കട്ട് ഓഫ് വേവ് ലെങ്ത്, ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഈ സബ്ജക്റ്റിന് പറ്റും. പിന്നെ മാക്സിമം ഫിഗറൊക്കെ വരച്ചുകൊണ്ട് എഴുതാൻ വേണ്ടി നോക്കുക. അത്രയൊക്കെ തന്നെയുള്ള ഒരു പേപ്പറിന് നമുക്ക് മാർക്ക് കിട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ.